രാഹുലിനെ അവതരിപ്പിച്ചത് ഭാവിയിലെ നിക്ഷേപമായി മുഖ്യമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതക്കാരനാണെന്നും ഭാവിയിലെ നിക്ഷേപം എന്നു പറഞ്ഞ് സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് ഇതുവരെ ചെയ്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടന്ന MLA-മാർ ഇപ്പോഴും കോൺഗ്രസിലുണ്ടെന്നും എന്തുകൊണ്ടാണ് അവരെ പുറത്താക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ കൂട്ടുകെട്ടിലാണ് കോൺഗ്രസും UDF-ഉം ഏർപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നിയമലംഘനവും നടന്നിട്ടില്ല എന്നും RBI മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്ത ആരെയും സംരക്ഷിക്കില്ല എന്നാണ് CPM-ന്റെ നിലപാടെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് പറയുന്നത് ഭംഗിയല്ല. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഫലപ്രദമായ അന്വേഷണം നടക്കുന്നു. ആ വഴിക്ക് ആ അന്വേഷണം പൂർണ്ണ തൃപ്തി നൽകുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. K. ജയകുമാർ ദേവസ്വം ചെയർമാനായത് സർക്കാർ നിശ്ചയിച്ചതുകൊണ്ടാണ്. അദ്ദേഹം വിരമിച്ച IAS ഉദ്യോഗസ്ഥനാണ്. സർവീസിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാകില്ല. ജയകുമാറിനെ പോലെ ഒരാളെ ബോർഡ് ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും സ്വീകാര്യത ആണുണ്ടായത്. പല ഘട്ടങ്ങളിലായി ശബരിമല വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അതേസമയം ഫെഡറൽ സംവിധാനത്തെ അപകടത്തിലാക്കുന്ന നടപടികൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ ചില ഗവർണർമാരുടെ ഭാഗത്തു നിന്നും. സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിച്ച നടപടി സുപ്രീം കോടതി നിലപാടുകളുടെ ലംഘനമല്ലേ എന്ന് സംശയിക്കുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ലിസ്റ്റ് കൊടുത്തത് സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചാണ്. ലിസ്റ്റ് കിട്ടിയാൽ മുൻഗണന നിശ്ചയിച്ച് ഗവർണർക്ക് കൊടുക്കണം. അതിൽ നിന്ന് VCയെ ഗവർണർ നിയോഗിക്കണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശമുള്ളത്. എന്നാൽ ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എങ്ങനെയാണ്? വിചിത്രമായ കാര്യം, സുപ്രീം കോടതി നിർദ്ദേശം നഗ്നമായി ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതാണ്. ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായി അതിനുള്ള ധൈര്യം വരുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു.